അതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് മാറി വേറെ ഒരു സ്ഥലത്ത് വന്നു. രണ്ട് അപ്പായ്ക്ക് ഒരു ചെമ്പല്ലി കിട്ടിയിരിക്കുന്നു. സുരേന്ദ്രൻ ചേട്ടൻ അവിടെ ചൂണ്ടയിട്ടുകൊണ്ടിരിക്കുകയാണ്. ചെറിയൊരു തോടാണ്, കണ്ടത്തിനോട് ചേർന്നുള്ള തോടാണ്. ഫ്ലോവറിൻ്റെ ചൂണ്ടയിൽ നമ്മുടെ സുരേന്ദ്രൻ ചേട്ടൻ്റെ വലിയൊരു ചെമ്പല്ലി കിട്ടിയിരിക്കുന്നു. നല്ല നല്ല വലിപ്പമുള്ള ഒരെണ്ണമാണ്. അതുകൊണ്ട് അപ്പം അവിടെ ചൂണ്ടയിടുന്നത്. നമുക്കിത് നമ്മുടെ ബക്കറ്റിലോട്ടിടാം. ഹായ് ഫ്രണ്ട്സ്, അപ്പായ്ക്ക് ഒരു കാര്യം കിട്ടിയിരിക്കുന്നു. വലിയ വേളക്കാരിയാണ്. അത്യാവശ്യം കുഴപ്പമില്ല. ചെറിയൊരു എടുക്കാവുന്ന ടൈപ്പാണ് ചെമ്പല്ലി. ഇവിടെ നമുക്ക് വേണ്ട ബക്കറ്റിനകത്ത് തരാം. ചെറിയൊരു കൊത്തുണ്ട്. ചെറുതാണ്. നൂലിതാ നൂല് കുറവാ. എന്താകാൻ
ആ കൊത്ത് തീരെ കുറവാണ് ഇപ്പം. ആ അതുകൊണ്ട് ചെറുതാണെന്ന് തോന്നുന്നു, ഇട്ട് കൊത്തിക്കൊണ്ടിരിക്കുക. വലുതായിരുന്നു ഇപ്പം വലിച്ചോണ്ട് പോകാൻ. ആ അപ്പുറത്തോട്ട് മാറ്റിയിട്ട് നോക്കാം. ആ രണ്ട് ഫ്രണ്ട്സ് നല്ല മൊത്തം ചെമ്പല്ലിയാണ്. എൻ്റെ വലിപ്പം നിങ്ങൾ കണ്ടോ, പിന്നെ വലുതാന്ന് നോക്ക്. അവനെ കണ്ടോ, അവൻ്റെ മുള്ളൊക്കെ അങ്ങ് നിവർത്തിയാണ് നിൽക്കുന്നത്. അതുകൊണ്ട് എൻ്റെ കൈ നോക്ക്, എൻ്റെ കൈക്കകത്ത് കയ്യെക്കാട്ടി വലുതാണ്. പ്രതീക്ഷിക്കാതെ വന്നൊരു കൊത്തായിരുന്നു. ആ കട്ടി. ഞങ്ങൾ മീൻപിടുത്തം നിർത്തുവാണ്. സമയം 4:30 കഴിഞ്ഞ്. ഇനിയിപ്പോൾ കൊത്തും കുറവാണ്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ നമുക്ക് മീൻ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ബക്കറ്റ് 3/4 ഭാഗത്തോളം മീനാണ്. എന്നാൽ ഞങ്ങൾ വീട്ടിലോട്ട് തിരിക്കുവാണ്. മീനെ കിട്ടിയായിരുന്നു. ഒരു വലിയ ചെമ്പലിനെ കിട്ടിയിട്ട് കണ്ടോ, വലിയ ചെമ്പലിനെ കിട്ടിയിട്ടുണ്ട് ഗൈസ്. അതിൻ്റെ കൂടെ പള്ളത്തിയുണ്ട്. പള്ളത്തി ചത്ത് അല്ലേ, ചെമ്പലി കുഞ്ഞുണ്ട്. കണ്ടോ ഗൈസ്, മീനെ കണ്ടോ? ഇങ്ങനെ നാട്ടി എന്നാ പറയുന്നത് കമന്റ് ചെയ്തേ. പാത്രത്തിൽ മൊത്തം ചെമ്പല്ലിയാണ്. അതിന്റെ വാലിന്റെ കളറാ. ഫുള്ളും ചാടിപ്പോയി. ഇങ്ങനെ നാട്ടിയതെങ്കിൽ എങ്ങനെ പറയുന്നത്? അയ്യോ ചെമ്പലിക്കുഞ്ഞുണ്ട് ഗൈസ്. ഒരു ചാടി പോവാ. ഞാൻ പിടിച്ച് അങ്ങോട്ടെത്തിയാണ്. ഈ മീനാണ് ചൂണ്ടയിട്ട് പിടിച്ച മീനാണ്. നല്ല പാത്രം നിറയെ മീനാണ്. നവിക്കുട്ടനും അപ്പൂസും മണിക്കുട്ടനും എല്ലാം കൂടെ മീനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് പേടിയ. ഞാനൊരു ഉടൻ പിടിച്ചോ. പല ചെമ്പലിക്കും പല പല കളറ്. ചുമന്ന കളർ ഗൈസ്. ചുമന്ന കളറ്. ഇത് തൊമ്മയുടെ കണ്ണാണ്. ആ ചുമന്ന കണ്ണൊക്കെ പിന്നെ എന്തല്ലാടാ, മണ്ട കൊണാപ്പയാടാ. മീനൊക്കെ ചത്തു പോയിട്ടുണ്ട്. അറിയുന്നുള്ള മീനാണ് കൊടുത്തത്. ഇത് ചീഞ്ഞു പോയി. വേണ്ട വേറെ താഴെ പോയിട്ടുണ്ട്. ഞാൻ ഇതുപോലെ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് നിങ്ങളൊന്ന് കണ്ടു നോക്കണം.